ഒരു കേസ് ഉണ്ടല്ലേ, ജഗദീഷ് ശ്രീകുമാർ പ്രതിയായിട്ടുള്ള കേസ്. ആ കുട്ടി അവസാനം കേസ് നടത്തൽ അവസാനിപ്പിച്ചു. ഈ കേസ് കൊടുക്കാൻ മടിക്കണ ഒരു കാരണം, ഒന്ന്, ജീവിതകാലം മുഴുവൻ ആ സ്ത്രീ ഈ കോടതി കയറി ഇറങ്ങുന്നു എന്ന് പറയുന്നതാണ്. നമ്മളെപ്പോഴും പറയും വളരെ സ്പീഡായിട്ട് ട്രയലിൽ ഇത്തരം കേസുകൾ ചെയ്തു തീർക്കണം എന്ന് പറയും. പക്ഷെ അത് നടക്കാറില്ല. പ്രതികൾ വമ്പന്മാരാണെങ്കിൽ അവരിതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകും. നമ്മൾ പല കേസുകളും 6 മാസത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറഞ്ഞ് സ്പെഷ്യൽ കോടതികളൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണ്ടത്ര ഉണ്ടായിട്ടില്ല. നമ്മുടെ കടവന്ത്ര ഒരു കേസ് ഉണ്ടല്ലേ, ജഗദീഷ് ശ്രീകുമാർ പ്രതിയായിട്ടുള്ള കേസ്. ആ കുട്ടി അവസാനം കേസ് നടത്തൽ അവസാനിപ്പിച്ചു. നമ്മളിപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ ഇപ്പം നാട്ടൊക്കെയാണെങ്കിലും നമ്മളെ സാംസ്കാരിക പ്രവർത്തകരാണെങ്കിലും വനിതാ സംഘടനകളാണെങ്കിലും ജനങ്ങളാകെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അവൾക്കൊപ്പം എന്ന് നമ്മൾ പറയും, അല്ലേ? അതിനെ സാധിക്കൂ, അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ നടക്കുന്നത് അവൾ ഒറ്റയ്ക്കാണ്, കേസ് നടത്തുന്നത് അവൾ ഒറ്റയ്ക്കാണ്. അവസാനം അവളും കുടുംബവും ചിലപ്പോൾ കേസ് നടത്തുന്ന വക്കീലും. അല്ലാത്ത ആളുകൾ, നമ്മളെല്ലാവരും പല പല ജോലികളിലേക്ക് പോകില്ലേ, നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ പോകില്ലേ. അപ്പോ ഏറ്റവും പെട്ടെന്ന് ഈ നീതി നിർവഹണ പ്രക്രിയ പൂർത്തീകരിക്കപ്പെടുക എന്നതും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിന് സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ മാത്രം കൊടുത്ത് പ്രതികളെ ഒഴിവാക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് അത്രത്തോളം ഹാനികരമായിട്ടുള്ള ഈ കാര്യം ചെയ്തതാരായാലും അതെത്ര ഉന്നതരായാലും അവർ തെളിവുകൾ കൊണ്ടുവരുമ്പോൾ പ്രോസിക്യൂഷൻ കോൺസ്പിറസി എന്ന് പറയുന്ന IPC 120B എന്ന് പറയുന്ന വകുപ്പ്